ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഏത്തപ്പഴമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മളൊരു സ്നാക്ക് ഐറ്റമാണ്. സാധാരണയായിട്ട് ഏത്തപ്പഴം കൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പഴംപൊരി തന്നെയാണ് അല്ലേ. അപ്പം നല്ല ഒന്നാന്തരം പഴംപൊരി ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു വ്ളോഗ് പഴംപൊരിയുടെ ആയിരുന്നല്ലോ. ഇത് മറ്റൊരു പഴംപൊരിയാണ്. അതായത് ഈ ഒരു പഴംപൊരി ഇത് ഇങ്ങനെ ചെയ്തു നോക്കുക, ഈ രീതിയിൽ. അപ്പോൾ ഇതിന് നമ്മൾ ഏത്തപ്പഴം വറുത്തതെന്ന് വേണമെങ്കിൽ വിളിക്കാം, പഴംപൊരി എന്ന് തന്നെ വിളിക്കാം, പ്രശ്നമൊന്നുമില്ല. പഴംപൊരി തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് പഴംപൊരി. ഇപ്പോൾ മൈദാമാവും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഴംപൊരിയിൽ നമ്മളെന്താ ചേർത്തേ? ദോശമാവും കൂടി ചേർത്ത്, അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് ചേർത്താണ് ചെയ്യുന്നത്. ഇത് ഗോതമ്പ് മാവിലാണ് ഞാൻ ചെയ്യാൻ പോണത്. ഗോതമ്പ് മാവും പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയും. ഇത് വേറെ വ്യത്യസ്തമായൊരു സ്വാദായിരിക്കും, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു വേർഷൻ ഓഫ് പഴംപൊരി, അതായത് നമ്മൾ കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഈ പഴംപൊരി, അടിപൊളിയായിട്ടുള്ള ഈ പഴംപൊരി എങ്ങനെയാണ് നമുക്ക് ചെയ്തു തുടങ്ങാം അല്ലേ. അപ്പം വലിയ ഏത്തപ്പഴം, പക്ഷേ എപ്പോഴും നമ്മൾ പഴംപൊരിക്കാണെങ്കിലും കുറച്ച് പഴുത്ത ഏത്തപ്പഴമാണ് നല്ലത്. ഓവർ പഴുത്ത് കഴിഞ്ഞാൽ എണ്ണ കുടിക്കും, പക്ഷേ തീരെ പഴുത്തില്ലെങ്കിൽ സ്വാദ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു മീഡിയം, ചെറുതായിട്ട് കറുപ്പ് വന്ന് തുടങ്ങിയ ടൈപ്പ് പഴം, അത്യാവശ്യം നന്നായിട്ട് പഴുക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊരു 3 വലുത്. ഇതിപ്പോൾ 1 കപ്പ് മാവിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാവ് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പഴം നമുക്ക് പഴംപൊരിയാക്കാം. ഓക്കെ, ഇനി ഓരോ പഴത്തിനെയും നമ്മൾ അതിൻ്റെ ഒരു നീളം അനുസരിച്ചിട്ട് തന്നെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഓക്കെ, ചെറുതാക്കുന്നില്ല, 4ആയിട്ട് മുറിക്കും. സൈസ് അനുസരിച്ച് 4 അല്ലെങ്കിൽ 3, ഒരുപാട് വണ്ണം ഉള്ളതാണെങ്കിൽ 4, അതല്ലെങ്കിൽ 3. ഇപ്പോൾ പഴം കട്ട് ചെയ്ത് വെച്ചു. അപ്പം 3ആയിട്ട് അല്ലെങ്കിൽ 4ആയിട്ട് പഴത്തിൻ്റെ വണ്ണം അനുസരിച്ച് ചെയ്യാം. ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ കലക്കാം. അതായത് 1 കപ്പ് ഗോതമ്പ് മാവ്, ആട്ട. ഇത് നോക്കിക്കോളൂ, ഞാൻ അളന്നതാണിത്, കറക്റ്റ് 1 കപ്പ്. അതിൻ്റെ കൂടെ പഞ്ചസാരയല്ല ചേർക്കുന്നത്, ഇത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. ശർക്കര, ഇത് 1/2 കപ്പ് ശർക്കര എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് എള്ള്, കറുത്ത എള്ള്. നമ്മളൊരു എള്ളത് കറുത്ത എള്ളാണ്, സെസമി സീഡ്സ്. ഈ എള്ള് വാങ്ങിയിട്ട് നമ്മൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എള്ളും കൂടി കാണാൻ പറ്റും, കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു മിക്സിങ്. ഇനി കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. ഓക്കെ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അത് മിക്സ് ചെയ്യാം. ഇനി ഒരല്പം, ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്. 1/4 തന്നെ വേണമെന്നില്ല, ഒരു നുള്ളായാലും മതി. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഓക്കെ, ഇനി ശർക്കര നമ്മൾ ഉരുക്കിയല്ലല്ലോ ചേർത്ത്, ഇങ്ങനെ ചീകിയല്ലേ ഇട്ട. പിന്നെ നല്ല ഇനം ശർക്കര തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം മണ്ണും അഴുക്കുമെല്ലാം കുറച്ചുള്ളത്, കാര്യം ഉരുക്കി ഒഴിക്കുന്നില്ല എന്നുള്ള കാരണം കൊണ്ട്. പിന്നെ ഉരുക്കി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ആകാം, പക്ഷേ നല്ല തിക്കായിട്ട് കട്ട് ചെയ്ത് ചെയ്യണം. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം. ഉരുക്കിയിട്ട് അത് അരിച്ചൊഴിച്ചിട്ട്, അപ്പോൾ അതിന് ഇച്ചിരി ലിക്വിഡ് ഫോം അല്ലേ, പിന്നെ തേങ്ങാപ്പാൽ കുറച്ചൊഴിച്ചാൽ മതി. ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് 1 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഒഴിക്കാം. ഇത് നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക്. അപ്പോൾ 1 കപ്പ് നമ്മൾ എടുത്ത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. കൈ കൊണ്ട് തന്നെ ആകട്ടെ. ഇനി ശർക്കര അലിഞ്ഞ് തുടങ്ങുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസാകും, അത് കഴിഞ്ഞിട്ട് മതി. ഇനി എക്സ്ട്രാ നമ്മൾ തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാപ്പാൽ, അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ചേർക്കണോ എന്നുള്ളത് തീരുമാനിക്കും. ഇപ്പം നോക്കി എൻ്റെ കളറൊക്കെ മാറി വന്ന ശർക്കരയെല്ലാം നന്നായിട്ട് അതിൽ മെൽറ്റായെന്ന് വെച്ചാൽ നല്ല പൊടിച്ച ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് അതിങ്ങനെ വെറ്റായല്ലോ. അപ്പോൾ അതിങ്ങനെ നമ്മൾ എന്താ പറയുക, ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രീതിയിലേക്ക് വന്നു. ഇനി ഈ ഒരു തിക്നെസ് അല്ല, ഇച്ചിരി കൂടെ ഒന്ന് ലൂസ് വേണം. അപ്പോൾ അതിന് പകരം തേങ്ങാപ്പാൽ നമ്മൾ നല്ല കട്ടിക്ക് 1 കപ്പ് ഒഴിച്ചല്ലോ, ഇനി ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചാൽ മതി. ഞാനൊരു കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട്, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, നോക്കിയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പോളം വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഞാൻ ഒഴിക്കാൻ പോവുകയാണ്. കുറച്ചൊഴിച്ചു, വീണ്ടും കുറച്ചൊഴിക്കും. ഇത് മുക്കിയിടാനുള്ള ആ ഒരു കുറുകലിൻ്റെ പാകം, അതാണ് നമുക്ക് വേണ്ടത്.
ഈ ഒരു ഭാഗമായി. ഇനി ഒരല്പം വെള്ളം കൂടി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി, ഒരു 1/4 കപ്പും ഇച്ചിരി കൂടെ ഒഴിച്ചു. ഓക്കെ, ഇതിലിപ്പോൾ ബേക്കിംഗ് പൗഡറുണ്ട് 1/4 ടീസ്പൂൺ. അതുകൊണ്ട് നന്നായിട്ട് പുള്ളി വരുകയും ചെയ്യും. ഇത്രയും കറക്റ്റായി കാണുന്നുണ്ടല്ലോ. നല്ല തിക്ക് ഫ്ലോയിങ് കൺസിസ്റ്റൻസി. ഓക്കെ, ഇനി അഥവാ നിങ്ങളിങ്ങനെ കലക്കി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഒരുപാട് ഓവർ ലൂസായിപ്പോയി, അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരല്പം എന്താ പറയുക ഗോതമ്പ് മാവ്, എന്നാൽ പിന്നെ ഒരല്പം ഗോതമ്പ് മാവും കൂടി ജസ്റ്റ് ചേർത്തിട്ട് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് റെഡി. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ബാറ്റർ ഈസ് റെഡി. ഇനി ഞാൻ കൈ ഒന്ന് കഴുകിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. വേണമെങ്കിൽ എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വെക്കായിരുന്നു അല്ലേ, ചെറിയ രീതിയിൽ. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു തന്നെ. ഇനി ഓയിൽ ചൂടാക്കൽ ആൻഡ് വറുത്ത് കോരൽ, വേറെ ഒന്നുമില്ല, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി വേറെ ഒരു ഫോർമാലിറ്റി ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം, ഞാനൊരു ഇംപ്രവൈസേഷൻ പറയണം, ഒരല്പം ഏലക്കാപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്താലും ഗംഭീരമായിരിക്കും. ഞാൻ പക്ഷെ ചേർത്തില്ല, വേണമെങ്കിൽ ആകാം. പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യാം, അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിലും ചെയ്യാം. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് ചെയ്യാം. അതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏത് എണ്ണയിൽ വേണമെങ്കിലും ചെയ്യാം. അതായത് വറുക്കാൻ ആവശ്യമായ എണ്ണ, അതായത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള എണ്ണ. ആക്ച്വലി ഇതിപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണം, കാരണം നീളത്തിലുള്ള പീസായിട്ടല്ലേ ഉണ്ടാക്കിയത്. പക്ഷേ നിങ്ങളിതിനെ ഓരോന്നിനെ ഈരണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചെറിയത് ഇങ്ങനത്തെ പീസാണെങ്കിൽ ഇത്ര എണ്ണ വേണ്ട. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ബാക്കി വരുന്ന എണ്ണ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ എണ്ണ നമ്മൾ വീട്ടാവശ്യത്തിനല്ലേ, ഒരു പ്രാവശ്യം അടുത്ത് തന്നെ 1, 2, 3 ദിവസത്തിനുള്ളിലാണെങ്കിൽ ആ സെയിം എണ്ണ നമുക്ക് റീയൂസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ റീയൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും മിനിമം എണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ചുകൂടെ ചെറിയ പാത്രമാണെങ്കിൽ കുറച്ച് എണ്ണ മതി. അപ്പോൾ നമ്മളുടെ സമയം കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാമല്ലോ. ഞാനിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് കുറച്ചൊരു നിറമുണ്ടാകട്ടെ വിചാരിച്ചിട്ടാണ് കൂടുതൽ എണ്ണയിൽ ചെയ്യുന്നത്. പ്ലസ് സമയം ലാഭമാണ്, കൂടുതൽ ഫാസ്റ്റായിട്ട് നമുക്ക് കൂടുതൽ എണ്ണം ഒന്നിച്ച് വറുത്തെടുക്കാം. അപ്പോൾ അവിടെ ഒരു ലാഭം ഞാൻ നോക്കുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ ഷൂട്ടിംഗ് പേർപ്പസ് ആയതുകൊണ്ട്. പക്ഷേ വീട്ടാവശ്യത്തിന് ചെയ്യുമ്പോൾ അത്രയും ലാവശ്യമാവേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട് കുറച്ചുകൂടെ ചെറിയൊരു ചീനിച്ചട്ടിയിൽ കുറച്ചുകൂടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഇപ്പോൾ പീസസ് തന്നെ വീട്ടാവശ്യത്തിനായി ഇത്ര നീളത്തിന് വേണമെന്നുണ്ടാവില്ലല്ലോ, 2ആയിട്ട് മുറിച്ചിട്ട് ചെയ്യാം. അങ്ങനെ അപ്പോൾ അഥവാ നീളത്തിനാണെങ്കിലും 1-2 പീസ് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കുക. അങ്ങനെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഈ ഓയിൽ ഇഷ്യൂ എപ്പോഴും ഒരു കോൺട്രവേഴ്സിയാണ്. നമ്മൾ ഈ വഴിക്കടകളിൽ നിന്നെല്ലാം തട്ടുകടകളിൽ നിന്നെല്ലാം കഴിക്കുമ്പോൾ റീയൂസ് ചെയ്യുന്ന എണ്ണയാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ആ എണ്ണയും ഇതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്. ഇതിപ്പോൾ നമ്മൾ കൂടിയ എണ്ണ, നമ്മൾ ഏറ്റവും വില കൂടിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് വീടാവശ്യത്തിനാവുമ്പോൾ. പിന്നെ നമുക്കറിയാം ഇതുണ്ടാക്കി എടുത്തു കഴിയുമ്പോൾ നല്ല ക്ലിയർ ആയിരിക്കും, എണ്ണ കലങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല, ക്ലിയർ ഓയിലായിരിക്കും. അപ്പോൾ അതൊന്ന് തണുക്കാനായിട്ട് കൊടുത്തിട്ട് അരിച്ച് വെച്ചാൽ മതി. 2-3 ഡേയ്സ് കഴിഞ്ഞ് വീണ്ടും റീയൂസ് ചെയ്യാം. പക്ഷേ കടകളിൽ, ഈ വഴിയോര കടകളിലൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു എണ്ണ എന്ന് പറഞ്ഞാൽ അത് ഈ എന്താ പറയുക ടിന്നിലൊക്കെ വരുന്ന ലാർജ് സ്കെയിലായിട്ട് ഹോൾസെയിലായിട്ട് വരുന്ന എണ്ണയൊക്കെ ആയിരിക്കും, പാം ഓയിൽ പോലെയുള്ള ഓയിലായിരിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വില കുറച്ചല്ലേ അവർ നോക്കുള്ളൂ ഇക്കണോമിക്കലായിട്ട്. പിന്നെ അവരതിങ്ങനെ ചൂടാക്കി വലിയ ചീനച്ചട്ടിയിൽ ചൂടാക്കി ഉണ്ടാക്കി വരുമ്പോൾ എണ്ണ കറക്കും. എണ്ണ കളറ് മാറിക്കഴിയുമ്പോൾ അത് ഒരു ദിവസം ഒരു പ്രാവശ്യമല്ലല്ലോ ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമല്ലേ. അന്നേരം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ആ എണ്ണ അത് കളഞ്ഞിട്ട് ഫ്രഷ് എണ്ണ എടുക്കണം. പക്ഷേ പല ആൾക്കാരും ചെയ്യുന്നത് ആ എണ്ണയുടെ ക്വാണ്ടിറ്റി കുറയുന്നതിനനുസരിച്ച് അവർ ഫ്രഷ് എണ്ണ അതിലേക്ക് തന്നെ ഒഴിക്കും. അന്നേരം ആ പഴയ എണ്ണയുടെ ആ കറുപ്പ് കലർന്ന ടാറ് പോലെ ഇരിക്കുന്ന എണ്ണയിൽ വീണ്ടും ഫ്രഷ് എണ്ണ ഒഴിച്ചാൽ എഗെയിൻ ആ ഒരു ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ടൊക്കെയാണ് ആ ഒരു പ്രോബ്ലം വരുന്നത്. പക്ഷേ വീട്ടിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ ഏറ്റവും നല്ല എണ്ണ ഒരു പ്രാവശ്യം എന്നുള്ളത് 2 പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എണ്ണ കലങ്ങിയിട്ടില്ല, നല്ല പ്യുവറായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതൊരു ഇഷ്യൂ അല്ല. എന്നാണ് എൻ്റെ ഇത് ഒരു കറക്റ്റ് വേർഷനാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, എണ്ണ നല്ല ചൂടായി. ഇനി നമുക്ക് ഓരോ പീസായിട്ട് മാവിൽ മുക്കിയിടാം. നോക്കിക്കോളൂ. പെട്ടെന്ന് തന്നെ റെഡിയാകും. ഓക്കെ, ഈ കുറച്ച് ബ്രൗൺ കൂടുതൽ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ശർക്കരയല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഒരു കളറ്. ഓക്കെ, ഇങ്ങനെ എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല, എണ്ണയിൽ നിന്നും ഇങ്ങനെ എടുക്കുക. പിന്നെ ഇത് കുറച്ച് സോഫ്റ്റ് വേർഷനാണ്, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് കുറച്ച് കരികരിപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കണം.
അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് വേണമെങ്കിൽ 3/4 കപ്പ് ഗോതമ്പ് മാവും 1/4 കപ്പ് അരിപ്പൊടിയും ആണെങ്കിൽ കറക്റ്റായിരിക്കും. അപ്പോൾ ആ ഒരു കരിയരിപ്പും കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ വേണമെന്നുള്ളത്. ഞാൻ പക്ഷേ ഈ രീതിയിലാണ് ചെയ്യുന്നത്. നല്ല കളർഫുൾ. ഇതുപോലെ ബാക്കിയും കൂടി നമുക്കിങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഈ നീളം എന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ്. പകുതി മുറിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. കട്ടി കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് അതേ ഒരു സൈഡ് പാകത്തിന് ഗോൾഡൻ ബ്രൗൺ. ഇത് സാധാരണ ഗോൾഡൻ ബ്രൗണിനെക്കാട്ടിൽ കുറച്ചുകൂടി ആകും, കാര്യം പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണല്ലോ. അതാണ് നോക്കട്ടെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറു സൈഡും ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കെടുക്കാം. ഓക്കെ, അത് 3 പഴത്തിലല്ലേ നമ്മൾ ചെയ്തത്, 1 കപ്പ് മാവും അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊരു 4 മണി പലഹാരമായിട്ട് സിക്കായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. 4, 5, 6, 4, 3, 7, 8, 9, 10. അതായത് 3 പഴം ഇൻറ്റു 4 എത്രയാണ്? 12 പീസ് അല്ലേ? ആ 12 പീസ് എന്തായാലും കിട്ടും. കറക്റ്റ് 12 പീസ് ഉണ്ട്. ഓക്കെ, ഇനി കുറച്ച് വറുക്കാനുണ്ടല്ലോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഫൈനൽ പ്രോഡക്റ്റ് ആകും. ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. കരികരിപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുക, അത്രേ ഉള്ളൂ. ഈ 1 + 1/4 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല. മധുരം ഓക്കെയാണ്, പ്രശ്നമൊന്നും വരില്ല. ഓക്കെ, ഒരു കപ്പ് ഗോതമ്പ് മാവ്, 1/4 കപ്പ് അരിപ്പൊടി. പക്ഷേ ആ സമയത്ത് നമുക്ക് കൺസിസ്റ്റൻസി അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ 1 കപ്പ് തന്നെ മതി, വെള്ളം അതനുസരിച്ചിട്ട് കുറച്ചുകൂടി കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എടുത്തു തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടി കുറച്ച് മാവ്, കറക്റ്റ് മാവും കറക്റ്റ് പഴവും കറക്റ്റാണ് എണ്ണത്തിൽ. ഓക്കെ, ഇനി ഇത് ഫിനിഷ് ചെയ്യട്ടെ. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ ചെയ്യാം. ഒരറ്റത്ത് പിടിച്ചിട്ടാണ് ഇടുന്നത്. നമ്മളെല്ലാ സൈഡും ഇങ്ങനെ ആക്കിയിട്ട് ഒരു ടിപ്പിൽ പിടിക്കുക, അതാണ് എളുപ്പം. കുറച്ചിങ്ങനെ സ്ലിപ്പറി ആയിരിക്കും എങ്കിലും ചെയ്യാൻ എളുപ്പമാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലെത്തി. ലാസ്റ്റ് അങ്ങനെ 12 പഴംപൊരി, സ്പെഷ്യൽ പഴംപൊരി, ശർക്കര പഴംപൊരി എന്ന് പറയാം. റെഡി. എടുക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ട് തോന്നിയാലും ആ ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഉറപ്പ് വരും കേട്ടോ. ഭയങ്കര സോഗിയല്ല ആക്ച്വലി, കാരണം ശർക്കര ആയതുകൊണ്ട് അങ്ങനെ സോഗിയായി പോവില്ല. ബട്ട് ഭയങ്കര ക്രിസ്പി ആണോയെന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല. ചൂടോടെ ആണെങ്കിൽ ഒരല്പം ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഫിനിഷ്ഡ്. കഴിഞ്ഞു. ഇനി ഞാൻ കഴിച്ചെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഒരു പാത്രം നിറച്ച് നമ്മുടെ പഴംപൊരി, ശർക്കര പഴംപൊരി. ഇനി ഞാൻ കുറച്ചുകൂടെ നല്ലൊരു പ്ലേറ്റിലേക്ക്, ഇത് നല്ലതല്ല എന്നല്ല, കുറച്ചുകൂടി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അടുക്കാൻ പോകണം. ഇത് നോക്കിയേ, അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്. നമ്മൾ ഈ ബജി പോലെയൊക്കെ ഇരിക്കുന്നു അല്ലേ. അങ്ങനെ നമ്മളുടെ ശർക്കര പഴംപൊരി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് കഴിക്കാൻ പോവാണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നോക്കിക്കോളൂ. ഇതൊരെണ്ണം എടുക്കുന്നു. നൈസ്, കേട്ടോ. സോഫ്റ്റാണ്, അറ്റ് ദ സെയിം ടൈം ക്രിസ്പിയാണ്. ഇത് നല്ല പഴുത്ത പഴമാകുമ്പോഴുള്ള ഗുണം ഇതാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും കഴിക്കാം. ആഹാ, ഭയങ്കര ടേസ്റ്റ്. ശർക്കരയും ആ ഗോതമ്പ് മാവും എല്ലാം കൂടെ, സത്യം പറഞ്ഞാൽ ശർക്കര ഗോതമ്പ് മാവ് കോമ്പിനേഷൻ നമ്മുടെ ഉണ്ടാമ്പൊരിക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കവറിങ്ങിന് ചെറിയൊരു ഉണ്ടാമ്പൊരിയുടെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ആ പഴവും കൂടി ചേർത്ത് വരുമ്പോൾ എക്സലൻറ്റ്. ഉണ്ടാമ്പൊരിയിൽ നമ്മൾ പഴം കുഴച്ചിട്ടല്ലേ ചെയ്യുന്നത്, പാളയം കൂടം പഴമൊക്കെ ഞെകിടിയിട്ടും.
ഇത് ഏത്തപ്പഴം വെച്ച് ഉണ്ടാക്കുന്ന ഏത്തപ്പഴത്തിന് ചുറ്റും ഒരു ഉണ്ടാപുരിയുടെ കോട്ടിങ്. വെരി നൈസ്. നല്ല പൊരിച്ചെടുത്താൽ അത്യാവശ്യം നല്ല ക്രിസ്പിനെസ്സും ഉണ്ടാവും. ഇത് ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, നിർബന്ധമായിട്ടും ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഞാൻ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പഴം മുഴുവൻ കഴിച്ച് തീർക്കുകയാണ്. എന്തായാലും വളരെ വളരെ സന്തോഷം തോന്നുന്നു. ടേസ്റ്റി. ഇത് നല്ലൊരു 4 മണി പലഹാരമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാമല്ലോ. ശർക്കര, ഗോതമ്പ് മാവ്, അത്രേ ഉള്ളൂ. തേങ്ങാപ്പാൽ. ഇത് തേങ്ങാപ്പാൽ ഇല്ലയെന്ന് വെച്ച് വിഷമിക്കേണ്ട, കുറച്ച് പാലിൽ കുഴച്ചെടുത്താലും മതി. പശുപാലിൽ എക്സലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ സന്തോഷം. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ നമ്മുടെ ഗോതമ്പ് ഉണ്ണിയപ്പം ഏത്തപ്പഴം കൂടി ചേർത്ത് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും, ഉണ്ടാമ്പൊരു ഏത്തപ്പഴം കൊണ്ട് ചേർത്ത് കഴിച്ചാൽ എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷനാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ടേസ്റ്റിൻ്റെ ഇതിൽ. ഇത് ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് മാജിക് ഔട്ടിൽ കാണിച്ചിട്ടുള്ളതാണ്. പല എക്സ്പെരിമെൻറ്റ്സ് ഞാൻ ചെയ്ത് കാണിക്കുമായിരുന്നല്ലോ. ആ കൂട്ടത്തിൽ ഒരു എക്സ്പെരിമെൻറ്റ്, പക്ഷേ അത് എക്സലൻ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ഔട്ട് ചെയ്യണം, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എനിക്കൊരു ലൈക്ക്, ഒരു കമൻ്റ് ഒക്കെ തരിക. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ, പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ദി LN വ്ളോഗ്സ് ഫാമിലി, യൂട്യൂബ് ഫാമിലി. അങ്ങനെ നമ്മുടെ ഭാഗമായി വരിക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.